ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ പറ്റിയ ഒരു വലിയ ചതിയെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് കേട്ടോ. നമ്മളിൽ പലരും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരസ്യം കണ്ടിട്ട് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഓഫർ ചെയ്ത് നമ്മുടെ പണം തട്ടിയെടുക്കുന്ന ഒരു വലിയ സംഘം തന്നെ ഇതിന് പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് നഷ്ടപ്പെട്ടത് 900 രൂപയാണ്. പക്ഷേ അതേ ഗ്രൂപ്പിൽ 100 കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ചതി മറ്റാർക്കും വരരുതെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് കേട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഈ ഒരു പരസ്യം കാണുന്നത്. 3 നൈറ്റുകൾക്ക് വെറും 900 രൂപയെന്ന് പറഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഓഫറായിട്ട് തോന്നി കേട്ടോ. എന്നാൽ നമുക്ക് ഒരു 3 ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാശ് ഇപ്പോൾ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മെസ്സേജ് അയക്കുക, പൈസ അയക്കുക രീതിയിൽ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 5-6 ദിവസത്തിനുള്ളിൽ സാധനം വീട്ടിലെത്തും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിൽ സാധനം എത്തിയില്ല കേട്ടോ. സാധനം വരാതായപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എന്നാൽ ആദ്യം കുറച്ച് മറുപടികൾ തന്നതല്ലാതെ പിന്നെ എൻ്റെ മെസ്സേജിന് അവർ മറുപടി തന്നില്ല കേട്ടോ. അപ്പം ഞാൻ വേറൊരു ഫോണിൽ നിന്ന് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഞാൻ എടുത്തിട്ട് മെസ്സേജ് അയച്ചപ്പോൾ അവർ നന്നായിട്ട് റിപ്ലൈ തരുന്നുണ്ട്. വേറൊരു നമ്പറിൽ നിന്നൊക്കെ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്യാനെന്ന് പറയുമ്പോൾ അവർ വീണ്ടും നമുക്ക് മെസ്സേജ് പറയുക, പേയ്മെൻറ്റ് ചെയ്തോളൂ മാഡം, 5-6 ദിവസത്തിനുള്ളിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം ഇവിടെ കിട്ടിയിട്ടില്ല, നിങ്ങൾ അത് ഒന്നെങ്കിൽ ഞങ്ങളുടെ പൈസ തിരിച്ചടച്ച് തരിക, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇവർ വീണ്ടും ആ നമ്പറിൽ നിന്ന് മറുപടി തരുന്നതേ ഇല്ല. പക്ഷെ അവർ ഓൺലൈനിലൊക്കെ കാണാനുണ്ട്, അവർ മറുപടി തരുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓൺലൈനിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മേടിക്കും. ശരിക്കും പറഞ്ഞാൽ വിശ്വസ്തയോടെ മേടിക്കാൻ പറ്റുന്ന മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് വിശ്വസ്തയോടെ മേടിക്കാം. അല്ലാതെ ഇങ്ങനെ ഓൺലൈനിൽ കാണുന്ന എല്ലാവരെയും പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ, നല്ല ആൾക്കാരും ഉണ്ടാവാം. പക്ഷേ നമ്മൾ എന്ത് തന്നെ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്താലും നമുക്ക് വീട്ടിൽ വന്ന് നമ്മളുടെ സാധനം ഉണ്ടോ എന്ന് തുറന്ന് നോക്കാതെ കാശ് കൊടുക്കുകയും ചെയ്യാൻ പാടില്ല കേട്ടോ. എനിക്ക് പറ്റിയ ഈ ഒരാൾക്കും ഇനിയും പറ്റരുതെന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. കാണുമ്പോൾ എന്ത് ഭംഗിയാണ് ഈ നൈറ്റിയൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓർഡർ ചെയ്ത് പോകും. എനിക്ക് സംഭവിച്ചത് മറ്റാർക്കും ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഓൺലൈനിൽ എന്ത് വാങ്ങിയാലും പണം അയക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം. ഒരു നിമിഷത്തെ അശ്രദ്ധ വലിയ നഷ്ടമായി മാറാം. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കൂ. ഒരാൾക്കെങ്കിലും ഒരു തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലക്ഷ്യം പൂർത്തിയാകും. വിശ്വാസം നല്ലതാണ്, പക്ഷേ ഓൺലൈൻ വാങ്ങലുകൾ ജാഗ്രത അതിലും പ്രധാനമാണ്. എല്ലാവരും സൂക്ഷിക്കുക. എനിക്ക് നഷ്ടമായത് 900 മാത്രമായിരിക്കാം, പക്ഷേ ഈ അനുഭവം നിങ്ങളെ ഒരു വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ അതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.